ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ സംവിധാനം നിലവിൽ വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആണ് എന്നതാണ് സത്യം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതം പൂർത്തീകരണത്തോടെ നിലവിൽ വന്ന ശരീഅത്ത് നിയമങ്ങൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച ഭരണ സംവിധാനം നിലവിൽ വന്നത് എന്നത് എത്ര ഇസ്ലാം മതവിശ്വാസികൾക്കറിയാം? ഒരു ഖലീഫ, ആ ഖലീഫയുടെ കീഴിൽ ഓരോ വലിയ പ്രദേശത്തും ഓരോ ഗവർണറായിരുന്നു. ഗവർണറുടെ കീഴിൽ ആ പ്രദേശത്തിലെ ഓരോ ഭാഗത്തും സാധാരണക്കാരിൽ നിന്നും ഓരോ ഗവർണറുടെ അനുയായികൾ. ഇവരെ നിരീക്ഷിക്കാൻ ഖലീഫ കുറച്ച് സാധാരണക്കാരെ നിയോഗിക്കും. എല്ലാ കാര്യങ്ങളും ആ കാലത്ത് നടപ്പാക്കിയിരുന്നത് പള്ളിയിൽ നിന്ന് ഖുർആൻ പഠനം, ആത്മീയ കാര്യങ്ങൾ, ഭൗതിക പഠനം, അറിവ്, വിജ്ഞാനം, ഭരണം, സഹായം, ആരോഗ്യപരമായതും സാമൂഹ്യപരമായതും ഭൂപ്രകൃതിപരമായതും ചികിത്സാപരമായതും രോഗിയെയും പ്രായമായ ആളുകളെയും പാവപ്പെട്ടവരെയും സഹായിക്കൽ, കല്യാണം, ചർച്ചകൾ, നടപടികൾ, സകാത്ത്, സദക്ക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വ്യവസായം, കൃഷി, വികസനം, വെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും ലഭ്യത തുടങ്ങിയ എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ നടപടികളും ആ നാട്ടിലെ പള്ളിയിൽ വെച്ച് കുറഞ്ഞ ശബ്ദത്തിൽ ചർച്ച ചെയ്ത് നടപ്പിലാക്കി വന്നുകൊണ്ടിരുന്നത് അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയിൽ വെച്ചായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ഫീസും സേവനങ്ങൾക്ക് ഇല്ലായിരുന്നു. ഖലീഫയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ല അറിവും വിജ്ഞാനവും വിവേകവും പാണ്ഡിത്യവും സത്യസന്ധനും കഴിവും തുടങ്ങിയവയെല്ലാമുള്ള കുറച്ചാളുകളെ ജനങ്ങൾ തിരഞ്ഞു നിർത്തി അതിലുത്തമനായ ഒരാളെ ജനം, പണ്ഡിതന്മാർ തുടങ്ങിയവർ കൂടി ആലോചിച്ച് തിരഞ്ഞെടുത്ത് നടത്തുന്ന പ്രക്രിയയാണ്.